സോ വൈ ഐ ടോൾഡ് ദിസ് സ്റ്റോറി, അതെ ഞാനിപ്പോ ആലോചിക്കരുത് ഇത്രയും പറയാൻ കാരണം എന്താന്നുള്ളത്. ഞാൻ ഇത് മൊത്തം അനലൈസ് ചെയ്തപ്പോ എനിക്ക് മനസ്സിലായ സംഭവം എന്തായാലും, ഞാൻ വീണ്ടും നമ്മള് ഇന്ത്യൻസ് ആണ്, നമ്മൾ വളർന്നു വന്ന കൾച്ചർ ഡിഫറൻസ് ആണ്. അപ്പൊ നമ്മള് ഇൻസ്റ്റന്റ്ലി നമ്മൾ എന്താ ചെയ്യാ, നമ്മളെ കൾച്ചറായിട്ടാണല്ലോ കോൺട്രാസ്റ്റും കമ്പയർ ഒക്കെ ചെയ്യാ. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ്, നമ്മളെ നാട്ടിലൊക്കെ ഒരു 24-25 വയസ്സിലൊക്കെ ഒരാൾക്ക് ഒരു ജോലി സെറ്റായി, ഒരു സെറ്റിൽഡ് ജോബാണെങ്കിൽ ഒരു പ്രോബബ്ലി ഒരു ലൈഫ് ലോങ് ആ ഒരു ജോബിൽ പോകും, അല്ലെങ്കിൽ ആ ജോബിൽ നിന്ന് ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ എന്നൊക്കെ ആ ഒരു ഫീൽഡ് റിലേറ്റഡ് ആയിട്ട് അങ്ങനെ പോകും. പിന്നെ ഇനിയിപ്പം നമ്മളെ നാട്ടില് ഒരാൾക്ക് ഒരു 30 വയസ്സൊക്കെ ആയി, 30-ാം വയസ്സിൽ മുമ്പേക്ക് തോന്നുക ഈ ജോബ് ഈ സംഭവം ഫുൾ കരിയർ കിട്ടുന്നുണ്ട്, എല്ലാം ഒക്കെ അടിപൊളിയാണ്, പക്ഷെ എനിക്ക് ഈ ഒരു കരിയർ ചേഞ്ച് ചെയ്യണം, ഞാൻ ഈ ഒരു കോഴ്സ് പഠിക്കാൻ പോവാന്നൊക്കെ വിചാരിച്ചാല് പോകുന്നവരുണ്ട്, പക്ഷെ വളരെ റെയർ. കാരണം എന്താന്ന് വെച്ചാല് നമ്മളൊരു 26-27 ഒക്കെ ആകുമ്പോഴത്തേന് ജോലിയൊക്കെ സെറ്റ് ആയത് തന്നെ നമ്മൾ അവിടെ പറഞ്ഞാല് കല്യാണം എന്നുള്ളൊരു കോൺസെപ്റ്റ് അവിടെ വരും. കല്യാണം കഴിഞ്ഞാല് നമുക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റിന്റെ ഇടയിൽ നമുക്ക് ഈ റിസ്ക് എടുക്കാൻ പറ്റൂല. അപ്പൊ പിന്നെ അവര് ഹാപ്പി ഓർ അൺഹാപ്പി ഈ ഒരു ഇതായിട്ട് അങ്ങനെ പോകും, പ്രൊമോഷൻ കിട്ടും. അതുപോലെ തന്നെ നമ്മളെ പേരൻസിനെ റിട്ടയർ ചെയ്യണം, പേരൻസിനെ നോക്കണം. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ കരിയർ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അൺസർട്ടൻസി ആണെങ്കിൽ നമ്മൾ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ തന്നെ നമ്മൾ പേരൻസിനെ എങ്ങനെ നോക്കും, അതെ ഇങ്ങനൊക്കെ പലതുണ്ട്.